മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗൈഡ് ഓൺ ഈസി ലിസാൻ ഗൈഡ് ഓൺ 6-ാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമുക്കറിയാം, 2 ദിവസം കഴിഞ്ഞാൽ മറ്റന്നാൾ പൊതുപരീക്ഷയാണ്. അപ്പോൾ മറ്റന്നാളെ തന്നെ തജ്വീദ് ലിസാൻ പരീക്ഷ കൊണ്ട്. അപ്പോൾ ആയതിനാൽ നമ്മൾ തന്നൊരു വാക്കുണ്ട്, ഈസി ലിസാൻ കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് ലിസാനിലുള്ള ഏകദേശം ഇമ്പോർട്ടൻ്റ് പോയിന്റ്സുകളൊക്കെ മനസ്സിലാക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി നിങ്ങൾക്കുള്ള പോലെ തന്നെ എനിക്കുണ്ട്. അതുകൊണ്ട് 6-ാമത്തെ പാർട്ടും ഇൻഷാ അല്ലാഹ് 7-ാമത്തെ പാർട്ടൊക്കെ ആയിട്ട് 7-ാമത്തെ പാർട്ടോട് കൂടി നമ്മൾ ഈസി ലിസാൻ തീരും. രണ്ടും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാനും പഠിച്ചതൊക്കെ ജീവിതത്തിൽ പകർത്തുവാനും പഠിച്ച തമ്പുരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ മുമ്പ് എടുത്ത ക്ലാസ് മറന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. അല്ലെ, മുമ്പ് എടുത്തിരുന്ന എവിടെയും ഓർക്കുണ്ടോ? മുമ്പ് എടുത്തിരുന്നത് അല്ലെ മുലാരി എഫ്അൽ എഫ്അലാണ്, എഫ്അലൂന തഫ്അലു തഫ്അലാനി എഫ്അലായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. ഇനി ശ്രദ്ധിക്കുക മക്കളെ, ഒരിക്കലും നമ്മളെ ഖാലിദും അതുപോലെ തന്നെ 2 കൂട്ടുകാരന്മാര് റോട്ടിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ കഥ ഉള്ളത്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോണ്ട് ഇതാ നല്ല അടിപൊളി ക്യൂട്ട്നെസ് വാരി വിതറി കാറിൽ ഇങ്ങനെ അല്ലേ ഒരു ടീം കടന്നു വരുമ്പോൾ അല്ലേ, ആരാണത് കടന്നു വരുന്നത്? നമ്മുടെ റാഷിദാണ് കടന്നു വരുന്നത്. അപ്പോൾ ഈ 2 നമ്മൾ ഫ്രണ്ട്സ് ചോദിക്കാണ്, യാ റാഷിദ് ഇലാ ഐന തദ്ഹബ് യാ റാഷിദേ, നീ എങ്ങോട്ടാടാ പോകുന്നത്? ഇലാ ഐന, എങ്ങോട്ടാണ്? തദ്ഹബു, നീ പോകുക. അല്ലെ, തദ്ഹബ് എന്താ? നീ പോ. റാഷിദിനെ വിളിച്ച് പറയാണ്, റാഷിദേ എങ്ങോട്ടാടാ നീ പോണത്? നമ്മൾ ചോദിക്കൂലേ, നമ്മൾ ഫ്രണ്ട്സിനൊക്കെ റോട്ടിൽ കൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുമല്ലോ അല്ലേ, വഴിയിൽ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കൂലേ, റാഷിദേ ഈ എങ്ങോട്ടാ പോണെന്ന് ചോദിച്ചു. അപ്പൊ റാഷിദ് പറഞ്ഞു, അദ്ഹബു ഇല സൂഖ്, ഞാൻ അങ്ങാടിക്ക് പോവാടാ. അദ്ഹബു, ഞാൻ പോകുന്നു. ഇല സൂഖ്, ഞാൻ അങ്ങാടിക്ക് പോവാണടാ എന്ന് പറഞ്ഞെടുത്തു. അല്ലേ, ഇവിടെ ശ്രദ്ധിച്ചു നോക്കി. തദ്ഹബ് പറഞ്ഞ നീ പോവുക എന്നാ, നീ പോവുക. അദ്ഹബ് പറഞ്ഞ അന നിലിത്ത ആയാണിത്. അന പറഞ്ഞ ഞാനെന്നല്ലേ. അദ്ഹബു, ഞാൻ പോകുന്നു. ഇല സൂഖ്, അങ്ങാടിയിലേക്ക്. തദ്ഹബു, നീ എങ്ങോട്ടാണ് പോകുന്നത്? അദ്ഹബു ഇല സൂഖ്, ഞാൻ അങ്ങാടിയിലേക്കാണ് പോകുന്നത്. മക്കളെ, നമ്മൾ ഓരോ ഈ പോർഷൻ എടുത്ത് കഴിഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് വരെ കാണണം. ഇൻഷാ അല്ലാഹ് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഒക്കെ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിച്ചു. അതടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. പക്ഷെ എന്തായാലും നോക്കി, അപ്പോഴൊരു 2 ആൾക്കാർ ഇങ്ങനെ സൈക്കിളും ഇങ്ങനെ പാറി വരികയാണ്. ഔഫ്, ഏതാ വരവില്ലേ! 2 ആൾക്കാർ ഇങ്ങനെ സൈക്കിളും ഇങ്ങനെ പാറി വരികയാണ്. അപ്പൊ ചോദിച്ചു, നമ്മൾ ഈ 2 കുട്ടികൾ ചോദിച്ചു, യാ ഫാരിസ് യാ അർഷദ് ഇലായിനത്ത് തഹബാൻ, ഫാരിസേ അർഷദേ നിങ്ങളുടെ ഉടുക്കാണ് ഈ സ്പീഡിൽ പോണത്. ഇലായന, എവിടേക്കാണ്? തദ്ഹബാനി, നിങ്ങൾ 2 പേര് പോകുന്നത്. അല്ലെ, തദ്ഹബാനി, നിങ്ങൾ 2 പേര് എവിടേക്കാണ് ഈ പോകുന്നത്? മുമ്പ് നമ്മൾ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? തദ്ഹബു, നീ ഒരാള്. അല്ലെ, തദ്ഹബാനി, നീ 2 ആൾ. നിങ്ങൾ 2 ആൾ എടുക്കാണ് പോകുന്നത്. പോല് പറഞ്ഞു, നദ്ഹബു ഇല മദ്രസ, ഞങ്ങൾ മദ്രസയിലേക്ക് പോവാണ്. സൈക്കിളിനെ വൈകിക്കണ്, അപ്പൊ നേരത്തെ എത്താൻ വേണ്ടിയിട്ട് സ്പീഡിൽ പോവാണ്. നദ്ഹബു, ഞങ്ങൾ പോകുന്നു. ഇലൽ മദ്രസ, ഞങ്ങൾ മദ്രസയിലേക്ക് പോവാണ് എന്ന് പറഞ്ഞത്. ഓക്കെയാണോ? നദ്ഹബു, ഞങ്ങൾ പോകുന്നു. ഇലൽ മദ്രസ, മദ്രസയിലേക്ക് പോകും. 2 ആൾക്കാരാകുമ്പോ തദ്ഹബാനി. അതിലുണ്ട് കുറേ കുട്ടികൾ ഇങ്ങനെ മറ്റേ സൈക്കിൾ റാലി ആയിട്ട് ഇങ്ങനെ വരുന്നു. അല്ലേ, സൈക്കിൾ റാലി ആയിട്ട് ഇങ്ങനെ കടന്നു വരുമ്പോൾ നമ്മൾ 2 റോട്ടിൽ നിൽക്കുന്ന ഖാലിദിനും കൂട്ടുകാരും ഡൗട്ടായി. വീണ്ടും ചോദിച്ചു, യാ ദാരിസൂൻ, കറുത്തൊപ്പിയൊക്കെ ഉണ്ട്. അപ്പൊ യാ ദാരിസൂനെ, വിദ്യാർത്ഥികളെ. കുറേ ആൾക്കാരുണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ. ദാരിസൂൻ, വിദ്യാർത്ഥികളെ. ഇല ഐന തദ്ഹബൂൻ, നിങ്ങൾ എല്ലാവരും എങ്ങോട്ടാണ് പോകുന്നത്? തദ്ഹബൂൻ. ശ്രദ്ധിക്കാം മക്കളെ, ഒരാളായപ്പോ തദ്ഹബു, 2 ആളായപ്പോ തദ്ഹബാനി, ഒരുപാട് ആൾക്കാരായപ്പോ തദ്ഹബൂൻ. അല്ലേ,
അപ്പോൾ പറഞ്ഞു നദഹബ് ഇലൽ മദ്രസ, നദഹബ് ഞങ്ങൾ പോകുന്നു ഇലൽ മദ്രസ. പിന്നെ ഞങ്ങളാവുമ്പോൾ രണ്ടാൾക്കാരാണെങ്കിൽ നദഹബ് ആണ്, രണ്ടാൾക്കാരാകുമ്പോൾ നദഹബ് ആണ്. പിന്നെ ഒരാളാകുമ്പോൾ മാത്രം അദഹബ് ആണ്. ഒരാളാകുമ്പോൾ അദഹബു, രണ്ടാൾക്കാരാകുമ്പോൾ നദഹബു, ഒരുപാട് ആളുകൾക്കാരുണ്ടാകുമ്പോഴും നദഹബ് അല്ലേ. അത് മനസ്സിലാക്കണം കേട്ടോ. തദഹബു, തദഹബാനി, തദഹബൂന, സിമ്പിൾ. ഇനി നോക്കി മക്കളെ, അതിലുണ്ട് മനെ ഒരു വല്യമ്മ ഇങ്ങനെ ഓടി വരികയാണ്, ഉമ്മയാണ്. ഒരു ഉമ്മച്ചി ഇങ്ങനെ ഓടി വരികയാണ്. അപ്പൊ ചോദിക്കാണ്, യാ ഉമ്മി ഇലാ ഐന തദ്ഹബീൻ. ശ്രദ്ധിക്ക, തദ്ഹബീൻ എന്നായി മാറും. ഒരു സ്ത്രീ ആകുമ്പോ തദ്ഹബീൻ. ഇത് ഒരു സ്ത്രീ ആണല്ലോ കാണാൻ ഇവിടെ, ഒരു സ്ത്രീയോ. അപ്പൊ തദ്ഹബീൻ നിങ്ങൾ, തദ്ഹബീന തഫ്അലീന തദ്രിബീന, നിങ്ങൾ ഒരു സ്ത്രീ എവിടേക്കാണ് ഉമ്മ പോകുന്നത്? നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പൊ ഉമ്മ പറയും, ഞാൻ അങ്ങാടിക്ക് പോവാണ് പറയും കേട്ടോ. അങ്ങനെ നമ്മൾ ഈ രണ്ട് കൂട്ടുകാരും മദ്രസയിലേക്ക് ചെല്ലാണ്. അപ്പൊ മദ്രസയിൽ ഒരു ക്ലാസ്സിൽ ഒരു ഉസ്താദ് ഒരു കുട്ടിനോട്, രണ്ട് കുട്ടികൾ പഠിക്കുകയായിരുന്നു ഇവിടെ ഇങ്ങനെ. അപ്പോൾ ക്ലാസ്സില് അപ്പൊ ഉസ്താദ് ചോദിക്കാണ്, യാ ഫാത്തിമ വയ റുഖയ്യ, ഫാത്തിമയെ റുഖയ്യെ നിങ്ങൾ രണ്ടാളും എന്താ കാട്ടണ അവിടെ? മാതാ തഫ് അലാനി, നിങ്ങൾ രണ്ടുപേരും എന്താണ് ചെയ്യുന്നത്? തഫ് അലാനി, രണ്ടുപേരും എന്താണ് ചെയ്യുന്നത്? പോലെ പറയും. അപ്പോ നമ്മൾ പറയും, ഞങ്ങള് പുസ്തകം വായിക്കാണെന്ന് പറയും കേട്ടോ. ഞങ്ങൾ പുസ്തകം വായിക്കാണ്. അപ്പൊ ഒരു കുട്ടി കൂടെ ഉണ്ടായാലും, നമ്മളെ ലബീബ എവിടെ? ലബീബ എവിടെ? നമ്മളെ ലബീബ ഓളെവിടെ? അപ്പൊ ലബീബ അങ്ങനെ ബെഞ്ചിന്റെ താഴെ ഉണ്ടായിരുന്നു. അപ്പൊ ബെഞ്ചിന്റെ താഴെ ഓള് വല്ല തല എടുത്തത് അപ്പുറത്തേക്ക് വന്നു. ഓ, ലബീബ ഇവിടെ ഉണ്ടോ? ഞങ്ങൾ കുറെ ആൾക്കാരുണ്ട് അല്ലേ, ഒരുപാട് ആൾക്കാരുണ്ട്. എന്നിട്ട് ഉസ്താദ് ചോദിക്കാണ്, മാതാ തഫ് അല്ല, നിങ്ങൾ രണ്ടുപേരും എല്ലാവരും എന്താണ് ചെയ്യുന്നത്? മക്കൾ ഇവിടെ നോക്കി നിങ്ങള്, ഒരു പെൺകുട്ടി ആയപ്പോ, ഒരൊറ്റ സ്ത്രീ ആയപ്പോ തദ്ഹബീന, രണ്ടാൾക്കാരാകുമ്പോ തദ്ഹബാനി അല്ലെങ്കിൽ തഫ് അലാനി, ഒരുപാട് ആൾക്കാരാകുമ്പോ തദ്ഹബന അല്ലെങ്കിൽ തഫ് അൽന അല്ലെങ്കിൽ തദ്രിബിന, ഏത് കൊടുക്കാം അല്ലെ. അപ്പൊ സർഫാക്കൽ എങ്ങനെ വരുന്നേ? തഫ് അലു, തഫ് അലാനി, തഫ് അൽന ആണോ? അല്ല, തഫ് അലീന, തഫ് അലാനി, തഫ് അൽന, തുളറബീന, തുളറബാനി, തുളറബന, ഇങ്ങനെ വരും കേട്ടോ. തഫ് അൽ ഒരാള്, തഫ് അലാന് രണ്ടാള്, ഒരുപാട് സ്ത്രീകൾ ഉണ്ടെങ്കിൽ തഫ് അല്ല. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലാക്കണം കേട്ടോ. കഥ മാത്രം കേട്ടാൽ പോരെ, വ്യത്യാസം മനസ്സിലാക്കുക. അതുപോലെ പറഞ്ഞു കൊടുക്കും, നെദ്രുസു ദർസ ഉസ്താദ്, ഞങ്ങൾ പാഠം വായിക്കാം, പാഠം പഠിക്കാം. നെദ്രുസു ഞങ്ങൾ പഠിക്കും. അത് മനസ്സിലാക്കാൻ, ഞങ്ങളാണെങ്കിൽ ഞാന്നാ പറയാ മുളാരിയില്, ഞാനാണെങ്കിലോ ആന്നാ പറയാ. അദുറുസ് പറഞ്ഞ ഞാൻ പഠിക്കുന്നു, നദുറുസ് എന്ന് പറഞ്ഞ ഞങ്ങൾ പഠിക്കും. ശ്രദ്ധിക്കും. ഞാനിവിടെ ഇങ്ങനെ മുഫ്രദ് എഴുതിയിട്ടുണ്ട്, മുസ്ന എഴുതിയിട്ടുണ്ട്, ജമ്മുണ്ട്, ഓരിബുണ്ട്, മൊഹാത്തബുണ്ട്, മുത്തകല്ലിമുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് മുളാരിയിൽ പഠിച്ചത് എന്താ? ആൺകുട്ടിയാണെങ്കിൽ ഒരാൾ ചെയ്യും എഫ് അലു, രണ്ടാളാണെങ്കിൽ എഫ് അലാനി, എന്റെ കൂടെ സർഫാക്കണേ. ഒരുപാട് ആൾക്കാരാണെങ്കിലോ എഫ് അലൂന, ലു ലാനി ലൂന. ഇനി സ്ത്രീകളത് തഫ് അലു, അവൾ ഒരു സ്ത്രീ ചെയ്യും ത, രണ്ട് സ്ത്രീകൾ തഫ് അലാനി, ഒരുപാട് സ്ത്രീകൾ യഫ് അൽന. അപ്പൊ ഇതൊക്കെ ഓയിബാണ്. ഓയിബ് എന്ന് പറഞ്ഞാൽ അവർ 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 എന്നുള്ള അർത്ഥം കിട്ടും. അടുത്ത് നോക്കി നിങ്ങള്, അടുത്ത മുഹാത്തബിന്റെയാണ്. മക്കള് മുഹാത്തബ് പറഞ്ഞാൽ എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞേക്കണേ? ഇതാ നീ എന്ന് പറയലാണ് മുഹാത്തബ്. ഓക്കെ നിങ്ങളെ, നീ ഒരു പുരുഷൻ ചെയ്തു എങ്ങനെ പറയാ? ഒന്നുമില്ല, തഫ് അലു, അടിക്ക് നേരെ ഇറക്കിട്ടാ മതി. നിങ്ങൾ രണ്ട് പുരുഷന്മാർ ചെയ്തു എങ്ങനെ പറയാ? തഫ് അലാനി. നിങ്ങൾ ഒരുപാട് പുരുഷന്മാർ ചെയ്യുന്നു എന്നെങ്ങനെ പറയാ? തഫ് അൽന, തഫ് അലൂന. ഒരുപാട് പുരുഷന്മാർ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യുന്നാണെങ്കിൽ തഫ് അലൂന. ഇനി ഒരു സ്ത്രീ ആണെങ്കിലോ തഫ് അലീന അല്ലെ. വല്യമാനോട് പറഞ്ഞില്ലേ തഫ് അലീന, നിങ്ങളോടുക്കാണ് ഓടുന്നത് അല്ലെ. ഇനി ഒരു സ്ത്രീ ചെയ്യും തഫ് അലാൻ, നിങ്ങൾ രണ്ട് സ്ത്രീകൾ തഫ് അല. ഇവിടൊക്കെ നീ എന്ന് പറഞ്ഞുകൊണ്ട് മുഹാത്തബാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് അഫ് അലു, ഞാൻ ചെയ്യും, നഫ് അലു, ഞങ്ങൾ ചെയ്യും. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ ഇത് മുത്തക്കല്യമാണ്. അപ്പൊ മക്കളെ മുഫ്രദ് മുത്തക്കല്യം ഏതാ? അഫ് അലു മുഫ്രദ് മുത്തക്കല്യമാണ്. ജമ്മു മുത്തക്കല്യം ഏതാ? നഫ് അലു ആണ്. സുഖല്ലേ? മുഹാത്തബ് മുഫ്രദ് മുദക്കർ ഏതാ?
അപ്പൊ മുഹാത്തബാണ്, അതിൽ മുഫ്രദാണ്. അപ്പൊ മുഫ്രദ് അറിയുമ്പോൾ ഇതല്ലേ, മുഫ്രദ് അറിയുമ്പോൾ ഒന്നാമത്തെ കളി ഇതാ മുഫ്രദ്. പിന്നെ മുദക്കർ ഇതാണ്. ഇനി മുഹാത്തബ് മുസന്ന മുദക്കർ വന്നു കഴിഞ്ഞാലോ, മുഹാത്തബ് മുസന്നദ മുദക്കർ. അപ്പം തഅലാനി തദ്രിബാനി. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയേക്കാം. നമ്മൾ കാത്തിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ. യദ്ഹബൂനന്റെ മുഫ്രദ് എന്നാണ്. സുഖല്ല, മുഫ്രദാണ് ഫസ്റ്റ് ഒരാളാണ്. യദ്ഹബു അല്ലെ, യദ്ഹബു, വെരി ഗുഡ്. യദ്ഹബു എന്നാണ് ഉത്തരം. മുസന്ന ജംഅ മുത്തകല്ലിം മുളാരി. ജംഅ മുത്തകല്ലിം ആണ്, മുഫ്രദ് മുത്തകല്ലിം അഫ്അലാണ്. ജംഅ മുത്തകല്ലിം നഫ്അലാണ്. നഫ്അൽ ഇതിൽ എവിടെ ഉണ്ടാക്കി? തു ത തിസ്ബുത നഖ്തുമ നൂനുണ്ട്. തോലിബാനി 2 വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ എലാബാനി രണ്ടാൾക്കാരാകുമ്പോ ഏതാ? എലാബാനി, വെരി ഗുഡ്. യക്റഉൽ ജരീദത്തെ പത്രം ആര് വായിക്കും? ഉപ്പച്ച വായിക്കും. അപ്പൊ അബൂന തോലിബാൻ എന്നാ കൊടുക്കുക. നിങ്ങൾ നോക്കേണ്ടത് വെച്ചാൽ ഇവിടെ യക്റഉ ഒരാൾക്കുള്ളതാണല്ലോ, അപ്പൊ നിങ്ങൾ അബൂന്നാണ് കൊടുക്കേണ്ടത്. ഇനി അതർവൈസ് ഇവിടെ ആനീന്നാണെങ്കിൽ നിങ്ങളെന്ത് കൊടുക്കേണ്ടി വരും? തോലിബാനി കൊടുക്കേണ്ടി വരും. സാത്ത് ഒരുപാട് വിദ്യാർത്ഥിനികൾ. എക്തുബൂനയുണ്ട്. എക്തുബൂന ആൺകുട്ടികളുടെ, എക്തുബുന പെൺകുട്ടികൾ. ഉത്തരം എക്തുബുന. യാ വലുതാണ് ഹൽ കുന്തുമ, നിങ്ങൾ 2 പേരും ആയിരുന്നു. 2 കുട്ടികളെ. യാ വലുതാൻ 2 കുട്ടികൾ, നിങ്ങൾ 2 പേരും ആയിരുന്നോ. ഫിൽ മൈതാനിൽ എന്തായിരുന്നോ? തൽ അബീന തൽ അബാനി. ഏതാ കൊടുക്കുക? 2 പേരല്ലേ, തൽ അബാനിയാണ് കൊടുക്കുക. നേരെ തൽ അബാനി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാട്ടിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ അല്ല, കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.